അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ. ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മരിച്ച രഞ്ജിതയെ അപമാനിച്ചത്. അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ പരാമർശം. വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിനു താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ അശ്ലീല കമന്റിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഒരു രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ടു നിൽക്കുമ്പോഴാണ് ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിനു താഴെ ഏറ്റവും അശ്ലീലം കലർന്ന ഹീനമായ രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇയാൾക്ക് ഇടാൻ സാധിച്ചത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കർശന നടപടികൾ, സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലേക്കുള്ളൊരു നടപടികളിലേക്കല്ലേ ഇയാൾക്കെതിരെ കടക്കേണ്ടത്? രോഹിണി, തീർച്ചയായും. അതായത് ഇന്ന് രാവിലെയാണ് ഈ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടുള്ള പവിത്രൻ ഈ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു അനുശോചന കുറിപ്പുണ്ടായിരുന്നു. ഈ കുറിപ്പിന് താഴെ വന്നിട്ടാണ് ഈ പവിത്രൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ ഒരു കമന്റ് ഇട്ടത്. ഈ കമന്റ് ഈ രഞ്ജിതയെയും കുടുംബത്തെയും ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന കമന്റാണ്, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന കമന്റാണ്. മാത്രമല്ല ഒന്നടങ്കം അശ്ലീല ചുവയോടെയുള്ള കമന്റ് കൂടിയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ ആ അനുശോചന കുറിപ്പിന് താഴെ ഇട്ടിരുന്നത്. ഇത് വലിയ വിവാദവും ചർച്ചയും ഒക്കെ തന്നെ ആയിരുന്നു. വലിയ പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. മാത്രമല്ല ഈ മുഖ്യമന്ത്രിക്ക് പരാതി പോകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പ് കൃത്യമായി നടപടിയെടുത്തിരിക്കുന്നത്. അതായത് ഉടനടി തന്നെ അടിയന്തരമായി തന്നെ ഈ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥനെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായി കേസ് നടപടികളിലേക്ക് പോകും. അതായത് ക്രിമിനൽ നടപടി കൂടി ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടാകുമെന്ന് കൂടിയാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. അതായത് കേസ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും എന്ന് കൂടിയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും എത്ര അശ്ലീലപരമായ കമന്റാണ് ഇദ്ദേഹം അതിലിട്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു സാധാരണക്കാരനല്ല, കൃത്യമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഡെപ്യൂട്ടി തഹസിൽദാരാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ ഡെപ്യൂട്ടി തഹസിൽദാരാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അശ്ലീല ചുവയോടെയുള്ള ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതും ഇത്തരത്തിലൊരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സമയത്ത് ആ ദുരന്തത്തിൽ മരണമടഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ചാണ് ഒരു കരുണയുമില്ലാതെ നിഷ്കരണം ഈ രീതിയിൽ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. വലിയ ചർച്ച ഇപ്പോഴും ഇതിനെതിരെ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥൻ അത്ര നല്ല രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല. മുൻപും ഇത്തരത്തിൽ അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ഈ ചന്ദ്രശേഖരനെതിരെ ജാതി അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ 6 മാസം സസ്പെൻഷനിലായിരുന്നു. അതിനുശേഷം പിന്നീട് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ അശ്ലീല ചുവ കലർന്നിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി അതേ ഉദ്യോഗസ്ഥൻ തന്നെ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ്. എന്തായാലും ഒരു സസ്പെൻഷൻ മാത്രമല്ല, ഈ നിയമ നടപടി, അതായത് കർശനമായ കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്ന് തന്നെയാണ് ഉയരുന്നത്. എന്തായാലും ഈ സസ്പെൻഷന് പുറകെ ഇത്തരത്തിലൊരു നിയമ നടപടി കൂടി ഉണ്ടാകുമെന്നാണ് എന്തായാലും അറിയാൻ സാധിച്ചിരിക്കുന്നത്. ശരി, കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.